എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പേരൂർക്കടയിലേക്ക് തന്നെ എത്തുകയാണോ? അവിടുത്തെ നെടുമങ്ങാട് അടക്കമുള്ള ഗ്രാമമേഖലകളിലും സമാനമായ ആവേശം തന്നെ പ്രകടമല്ലേ മേഘന? ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരംപാറ ജംഗ്ഷനിലാണ്. കാഞ്ഞിരംപാറ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നാട്ടുപ്രദേശമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും ഒരു അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ കാഞ്ഞിരംപാറ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളും അത് LDF-ഉം BJP-യും അതുപോലെ തന്നെ UDF-ഉം ഒന്നിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ തന്നെ LDF സ്ഥാനാർത്ഥി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് LDF സ്ഥാനാർത്ഥി അയ്യപ്പദാസിനെയാണ്. അയ്യപ്പദാസ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഇവിടെ LDF പ്രവർത്തകർ പറയുന്നത്. അതുപോലെ തന്നെ തൊട്ട് പിൻവശത്തായി UDF സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നതാണ്. ഇവിടെ LDF പ്രവർത്തകരടക്കമുണ്ട്. അവർ ആവേശം, അത് അവർ നൃത്യങ്ങളുമായിട്ടുള്ള ഒരു ആവേശത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുന്നണികളും ഒന്നിച്ച് വന്ന് അവരവരുടെ ശക്തി പ്രകടനം കാട്ടും. കാരണം കാഞ്ഞിരംപാറ പോലുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് പ്രാദേശിക വിഷയങ്ങൾ അത്രയേറെ ചർച്ചാ വിഷയമായതാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തകരുടെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. വിവിധ തരത്തിൽ ഇപ്പോൾ UDF-ന്റെ ശക്തി പ്രകടനമാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ ഗതാഗത നിയന്ത്രണം അടക്കമുണ്ട്. അങ്ങനെ ഈ ഒരു ശക്തി പ്രകടനം ഏറ്റവും ഗംഭീരമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ BJP സ്ഥാനാർത്ഥിയും എത്തും. അങ്ങനെ ഈ കാഞ്ഞിരംപാറ ജംഗ്ഷൻ അത് കൂടുതൽ നാട്ടുപ്രദേശമാണ്. പക്ഷേ ആ നാട്ടുപ്രദേശത്ത് കൂടുതൽ ആവേശം ഉണ്ടാകുന്നത് തന്നെയാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും അത്രയേറെ ഇപ്പോൾ പ്രായഭേദമന്യേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവർ അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൂടാതെ പൊതുജനങ്ങളും ഇവിടെ ഈ ഒരു കൊട്ടിക്കലാശം കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ BJP സ്ഥാനാർത്ഥിയും ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു ജംഗ്ഷനിലേക്ക് കടന്നു വരും. ഹാഷ്മി, കാഞ്ഞിരംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് മേഖല നമ്മൾ നിൽക്കുന്നത്. ഒരു തീര ഗ്രാമമേഖലയല്ല എന്ന് പറയുമ്പോൾ പോലും അത് വലിയൊരു നഗരം, പെരുക്കടൊന്നും പോലെ വലിയൊരു നഗരമേഖലയല്ല. നഗര വ്യത്യാസങ്ങളില്ലാതെ നെയ്യാറ്റിൻകര ആവട്ടെ, നെടുമങ്ങാടാവട്ടെ, ഉൾപ്രദേശങ്ങൾ വർക്കല, ആറ്റിങ്ങൽ അടക്കമുള്ള സ്ഥലങ്ങളാവട്ടെ, എല്ലായിടവും ഒരേപോലെ വലിയ ആവേശ പ്രകടനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ ഗ്ലാമർ പോരാട്ടം എന്ന് ഉറപ്പായി പറയാൻ കഴിയും. എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ആണെന്ന് പറയുമ്പോൾ പോലും ഓരോ സീറ്റും പഞ്ചായത്തിലെ ഓരോ വാർഡും അതിപ്രധാനമാകുന്ന കാഴ്ച, ഓരോ വോട്ടും അതിപ്രധാനമാകുന്ന കാഴ്ച, അതിൻ്റെ ആവേശം അത് പ്രകടമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 3 ആഴ്ചയിലേറെയായി അതിശക്തമായ പ്രചാരണത്തിന് 1ാം ഘട്ടം സമാപിക്കുന്നതിൻ്റെ ആവേശം തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ പറയുന്ന 7 ജില്ലകളിലും തരിമ്പ് പോലും കുറവില്ലാതെ വ്യക്തമാകുന്നുണ്ട്. അത് ഏത് വിഷയത്തിൽ ജനം വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണല്ല അവിടെ ചർച്ച ചെയ്യുന്ന സംസ്ഥാന വിഷയങ്ങളാവില്ല. ഒരുപക്ഷെ അവിടെ ഈ പറയുന്ന കുടിവെള്ള പ്രശ്നം ഓടിച്ചിട്ട് കടിക്കുക, ഇന്നും ഉണ്ടായി ഒരു കൊച്ചുകുഞ്ഞിനെ ഓടിച്ചിട്ട് കടിക്കാൻ ഓടിച്ച പട്ടി, അങ്ങനെ തെരുവുനായകൾ നായ വാഴുമ്പോൾ അതിനെതിരായ പ്രതിഷേധം, അതാകുമോ കുടിവെള്ള പ്രശ്നം, റോഡടക്കമുള്ള പ്രാദേശിക വികസന പ്രശ്നങ്ങളാകുമോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ശബരിമല ക്ഷേത്രക്കുള്ള പോലെയുള്ള സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൂടി വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ, ഈ മണിക്കൂറിലെ ചോദ്യങ്ങളാണ്. 5 മണി കഴിഞ്ഞ് 13 മിനിറ്റും 23 സെക്കൻഡുമാകുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പരസ്യ പ്രചാരണം പൂർത്തിയാവാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.